ശ്രീനാഥ് ബാസിയും ലാലും ഒക്കെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റീസെൻ്റ്ലി തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ആസാദി. തിയേറ്ററിൽ ഒരു വലിയ വിജയമൊന്നും ആവാതെ പോയൊരു സിനിമയായിരുന്നു. പക്ഷെ എന്നാലും ഭേദപ്പെട്ട റിവ്യൂസൊക്കെ ലഭിച്ച സിനിമയായിരുന്നു അത്. റിവ്യൂസിൽ പൊതുവേ എടുത്തു പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു. അതായത് ഒരു അടിപൊളി ക്ലൈമാക്സ് ട്വിസ്റ്റ് പടത്തിനുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. ആ പടം OTTയിൽ ഇപ്പോൾ റിലീസായിട്ടിട്ട് മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ആസാദി. അപ്പോൾ ഈ പടം ആക്ച്വലി ഒരു മിഷൻ ബേസ്ഡ് ഒരു പടമാണ്. അതായത് ഒരു ജയിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിലാണ് പടം പോകുന്നത്. സോ ആ ഒരൊറ്റ മിഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കൂടെ നിന്ന് അതെങ്ങനെ നേരിടുന്നു അങ്ങനത്തെയൊക്കെയാണ് പടത്തിൽ പറയുന്നത്. വാണി വിശ്വനാഥൊക്കെ ഉണ്ട് പടത്തിൽ, അത് കോമഡി ക്യാരക്ടറായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ ഒരു കൈൻഡ് ഓഫ് എൻഗേജിങ് ആണ്. എൻഗേജിങ് ഇൻ ദ സെൻസ് തുടക്കം മുതൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, കണ്ടിരിക്കാൻ പറ്റിയ ടൈപ്പ് പടം തന്നെയാണ്. എന്നാൽ ഒരുപാട് പ്ലോട്ട് ഹോൾസും ഉണ്ട് ഇഷ്ടം പോലെ. അതായത് ഇപ്പം കഥ കംപ്ലീറ്റ് ആണെങ്കിൽ പോലും എന്ന് വെച്ചാൽ ഒരുപാട് ലോജിക്കില്ലായ്മ പല സ്ഥലങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഈ പൊതുവേ ഈ റിവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ക്ലൈമാക്സ് ട്വിസ്റ്റ് പടത്തിനുണ്ട്. അതായത് നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നൊരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് എന്താണ് ആ ടൈലൻഡ് എനിക്ക് അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എൻഗേജിങ് വാച്ചായിരുന്നു മൂവി. അപ്പോൾ ഒരു പെർഫോമൻസ് വൈസ് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ശ്രീനാഥ് ബാസി കൈൻഡ് ഓഫ് ഒരു ഒറ്റ ഭാവത്തിലാണ് പടം മൊത്തം പോകുന്നത്. വാണി വിശ്വനാഥിൻ്റെ കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഊക്കുക അങ്ങനെയാണ് മേജറായിട്ട് പരിപാടി. ചിരി വരും ആക്ച്വലി, ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ ചിരി വരും. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടുള്ള പെർഫോമൻസ് ഒന്നും പറയുന്നില്ല. മ്യൂസിക് വാസ് ഫൈൻ, മോശം പറയാനൊന്നുമില്ല. അഗൈൻ ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് വാസ് ഗുഡ്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിലോ ആവറേജ് മൂവിയിലേക്ക് ഒതുങ്ങേണ്ട പടമായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് കാരണം ഒരു ആവറേജ് ടു എബവ് ആവറേജിൽ നിൽക്കാൻ പറ്റിയ പടമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ വാച്ചബിൾ ഫിലിം. ഗിവ് ഇറ്റ് എ ഗോ. കണ്ടിരിക്കാൻ പറ്റിയേക്കാം. ഐ തിങ്ക് most probably you'll love it. You like it, not love it, you'll like it. So yeah, give it a go.